ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരോടും കൊച്ചുകുട്ടികളോടും ഒരു അഭ്യർത്ഥന. ഒരിക്കലും മലയാളം കൂട്ടിക്കലർത്തി പഠിക്കരുത്. ഏതൊരു ഭാഷയും പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഷയിൽ തന്നെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ മലയാളത്തിലോട്ട് പഠിച്ചിട്ട് അത് പിന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് പിന്നെ പറയാനായിട്ടുള്ള ഗ്രാമറും മറ്റുമൊക്കെ തപ്പിയെടുത്ത് പറയാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്നും പോകാതെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പറയാം. ഇറ്റ്സ് എ ലയൺ എന്നുള്ള അതൊരു ലയൺ ആകുന്നു എന്നല്ല പറയേണ്ടത്. ഇറ്റ്സ് എ ലയൺ എന്ന് പറഞ്ഞ് പഠിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മലയാളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകെ ആപത്താണ്. നമ്മൾക്ക് ഉദാഹരണത്തിന് ഈ പത്രങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ ഡബ്ല്യു എന്ന് ഇംഗ്ലീഷിൽ ഒരു ലെറ്ററുണ്ട്. ഡബ്ല്യു നമ്മളതിന് പറയുന്നത് നമ്മൾ എഴുതുന്നത് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് സാധിക്കുമോ? കൃത്യമായിട്ട് നമുക്ക് സാധിക്കുമോ? ഗുഡ് മോർണിംഗ് എന്ന് പറയേണ്ടതിന് മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന മോർണിംഗ് എന്നാണ് പറയുന്നത്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വേദനയുടെ കരയുന്നവർ മോർണിംഗ് ആണ്. മോർണിംഗ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സം വൺ എന്ന് പറയും. അപ്പോൾ ഹീസ് എ മോർണിംഗ് ആഫ്റ്റർ പെയിൻ എന്ന് പറയും. അതും എന്താണ്? അതൊരു മോർണിംഗ് ആണ്. പക്ഷേ ആ മോർണിംഗ് അല്ല നമ്മളുടെ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് തന്നെ സ്വരം കൊണ്ടുള്ള അതിൻ്റെ അർത്ഥം വരുത്തുക, അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ സ്വരങ്ങളോട് ഉള്ള കളിയിൽ ഇംഗ്ലീഷിലും അല്ലാതെ വേറൊന്നും വരാൻ പാടില്ല.